ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എങ്ങനെയാ ജപമാല ചൊല്ലാൻ തുടങ്ങിയത്, ഞാൻ ഏതു വയസ്സിലായത് എൻ്റെ ശക്തി അറിഞ്ഞെന്ന് പറയാൻ പോവാ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 2 വിഷയങ്ങൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. 2 വിഷയങ്ങൾ. നിങ്ങൾ എന്നാ പ്രതികരിക്കാത്ത? കണ്ണെടുത്താൽ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. എനിക്ക് 2 വിഷയങ്ങൾ ഇഷ്ടമേ അല്ല, അത് പഠിപ്പിക്കുന്നവരെ പോലും ഇഷ്ടമല്ലായിരുന്നു. ആ വിഷയമാണ് ഇംഗ്ലീഷും കണക്കും. പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. 1, 2, എന്നെ കണ്ട് ഒരു കുഞ്ഞുങ്ങളും പഠിച്ചേക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാ. ഒരു കുഞ്ഞുങ്ങളും എന്നെ കണ്ട് പഠിച്ചേക്കരുത്. എന്നിലും ദുർമാതൃക ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1-ാം ക്ലാസ് തൊട്ട് 9-ാം 10-ാം ക്ലാസ് വരെ ഈ 2 വിഷയങ്ങൾക്കും ഒരിക്കലും ജയിച്ചിരുന്നില്ല. അതിന് 2 അക്ക മാർക്കും കിട്ടിയിരുന്നില്ല. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ എല്ലാത്തിനും ഞാൻ തോൽക്കാറാണുള്ളത്. എല്ലാ സ്കൂളിൽ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഇതിന്റെ ഉത്തരക്കടലാസിൽ ഒപ്പിടേണ്ടത് മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കണം. ഞാൻ എല്ലാ പേപ്പറും മാതാപിതാക്കളെ കൊണ്ട് തന്നെയാണ് ഒപ്പിടിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇംഗ്ലീഷും കണക്കും എന്ന വിഷയത്തിൽ ഞാൻ തന്നെയായിരുന്നു ഒപ്പിടുന്ന കാര്യത്തിൽ. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞാൻ തന്നെയായിരുന്നു. അത് ഞാൻ തന്നെയാണ് ഒപ്പിട്ട് കൊടുക്കാറ്. 10-ാം ക്ലാസ് വരെ ദൈവത്തിന്റെ കൃപ കൊണ്ടും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണം കൊണ്ടും ഞാൻ തോറ്റെങ്കിലും ജയിച്ച് ഞാൻ പോന്നു. 10-ാം ക്ലാസ്സിൽ കയറിയപ്പോഴാണ് എന്റെ ഭാഗ്യമില്ലായ്മ കൊണ്ട് ഇംഗ്ലീഷ് എന്ന വിഷയം പ്രസവിച്ചു. കണക്ക് പ്രസവിച്ചിട്ടേ ഇല്ല. ഇംഗ്ലീഷ് പ്രസവിച്ചപ്പോൾ ഉണ്ടായതാണ് ഇംഗ്ലീഷ് സെക്കൻഡ്. 1-ാമത് ഇംഗ്ലീഷ് വയ്യാതിരിക്കുമ്പോഴാണ് അതിനൊരു കുഞ്ഞുണ്ടാകുന്നത്. അതോടുകൂടി എന്റെ കഷ്ടകാലം ആരംഭിച്ചു. അങ്ങനെ ഓണപരീക്ഷയ്ക്ക് തോറ്റു, ക്രിസ്മസ് പരീക്ഷയ്ക്കും തോറ്റു. അതൊക്കെ ഒപ്പിട്ട് ഞാൻ ന്യൂട്രൽ കൈകാര്യം ചെയ്തു. മോഡൽ പരീക്ഷയായി. ആ സമയത്താണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത്, ഈ സ്കൂളിൽ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി മോഡൽ പരീക്ഷ വരാൻ പോവുകയാണ്. മോഡൽ പരീക്ഷ ഇടുമ്പോൾ പേപ്പർ ഉടനെ തന്നെ നോട്ട് വാല്യുവേഷൻ ചെയ്യുകയും വീട്ടിൽ നിന്ന് ആരെയെങ്കിലും സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് ആ പേപ്പർ ഒപ്പിടുകയും വേണം. അപ്പോൾ തൊട്ട് ഞാൻ തോക്കും എന്നുള്ളതിനല്ല എന്റെ പേടി, വീട്ടിൽ നിന്ന് ഇപ്പൊ ആരെ കൊണ്ടുവരും, ഒപ്പിടാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പരീക്ഷ എഴുതി. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ തോറ്റു. മോഡൽ പരീക്ഷയ്ക്ക് 2-നും തോറ്റു. ഞാൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ വളരെയേറെ തന്ത്രപൂർവ്വം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടി സഹായിച്ച് സ്കൂളിൽ ഒപ്പിടാൻ വേണ്ടി 9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. ഞാനും അമ്മയും 9:40 സ്കൂളിന്റെ വരാന്തയിലെത്തി. ഞാനാണ് ആദ്യം ഒപ്പിടാൻ വേണ്ടി ആ സ്കൂളിൽ വന്നത്. 2 മണി വരെ ഒപ്പിടാനുള്ള സമയമാണ് അന്ന്. അങ്ങനെ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഞാൻ ആ വരാന്തയിൽ നിൽക്കുന്നു. സ്റ്റാഫ് റൂമൊക്കെ തുറന്നിരിക്കുന്നു. അധ്യാപകർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടുക്കിപ്പെറുക്കി ഒപ്പിടാൻ വേണ്ടി 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പിടലാണെന്ന്. ഞാൻ ഈ വരാന്തയിൽ ഇങ്ങനെ 9:45 തൊട്ട് ഇങ്ങനെ നിൽക്കില്ല. എൻ്റെ അമ്മയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം അച്ചിരി ദൂരോട്ട് നടന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. മറ്റു കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മേനെ ഒപ്പിടിച്ച് ഈ പ്രശ്നം തീർക്കണം. എന്നോട് എന്തെങ്കിലും ഒരു ചീത്ത വർത്താനം അധ്യാപകർ പറഞ്ഞാൽ മറ്റു കുട്ടികൾ കേൾക്കരുത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആരും കേൾക്കാതെ ഒപ്പിട്ട് പോകണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി 10-15 മിനിറ്റ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്നാ കാണാൻ പോവാന്ന് ചോദിച്ചു. എപ്പോഴും അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാനാണ്. ലാസ്റ്റ് ഞാൻ പോയി നോക്കിയപ്പോൾ 2 കുട്ടികളുടെ മാതാപിതാക്കൾ താഴെ നിന്ന് ഇങ്ങനെ കയറി ഈ ഒപ്പിടാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ ആ ജനലിന്റെ സൈഡിൽ തന്നെ, ടീച്ചർമാർ എന്നെ കാണട്ടെ എന്ന അർത്ഥത്തിൽ ആ ജനലിന്റെ അവിടെ തന്നെ നിൽക്കുക. കാണുമ്പോൾ വിളിച്ച് ഒപ്പിടിച്ച് വിടുമല്ലോ. ഞാൻ അവിടെ നിന്നു. ടീച്ചർമാർ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവരും ഈ വരാന്തയിൽ കയറി വന്നു. അവർ നല്ല സന്തോഷത്തോടെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആ 2 കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെയാണ് വന്നിട്ടുള്ളത്. വന്നവർ കയറി 1 മിനിറ്റ് കഷ്ടി നിന്ന് കാണും. ആ ടീച്ചർ ഉടനെ, മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ, കയറി പോരാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ട്രാഫിക് പോലീസിന്റെ വേഷം ധരിക്കുകയും ഞാൻ അവിടെ എൻ്റെ അമ്മയെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. അവരെ 2 പേരെയും സ്റ്റാഫ് റൂമിലേക്ക് ഹോക്കോ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുക. ടീച്ചർമാരുടെ ഒരു 3-4 പേരുടെ മുഖം എനിക്കിങ്ങനെ കാണാം. ഈ പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ടീച്ചർമാർക്ക് ഒരു രോഗമുണ്ട്. എലി പൂണല് കണ്ട പോലെ ആയിരിക്കും, ഫുൾ ചിരിയായിരിക്കും. പഠിക്കാത്തവരെ കണ്ടാൽ OPC എല്ലുപോലിരിക്കും മുഖം. ഒരു ലുക്ക് ഉണ്ടാവത്തില്ല, ഒരു ഇഷ്ടക്കേടായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേരെ കണ്ട് ഈ ടീച്ചർമാരുടെ മുഖം എലി പൂണല് കണ്ട പോലെയാ. ഞാൻ ആ വരാന്തയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് പ്രവചനവരം തരട്ടെ എന്ന് ചോദിച്ചു. പ്രവചനവരം, ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് പ്രവചനവരം കിട്ടി. സ്കൂൾ വരാന്തയിൽ ഞാൻ പ്രവചിച്ചു. ഇങ്ങനെയാണ് ഞാൻ പ്രവചിച്ച്. ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരുടെ മുഖം ഒരു 10 മിനിറ്റിനുള്ളിൽ വാടും. 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഇതേ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരു വലിയ കട്ടിക്കുള്ള മലയാളം ടീച്ചർ നോക്കിയ പേപ്പർ മുഴുവൻ തപ്പി 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 എന്റെ പേപ്പർ എടുത്ത് ഇന്ത്യൻ പതാക വീശണത് പോലെ ഒരു വീശൽ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഞാൻ വിചാരിച്ചു ടീച്ചർ എന്തിനാണാവോ ഇങ്ങനെ വീശിയത്. എന്നിട്ട് ഉറക്കെ ഒരു പ്രഘോഷണം നടത്തി. ഇതിൽ മുഴുവൻ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ചുമന്ന മഷിപ്പേനെ വരയിട്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു. നല്ലൊരു മാനസികാവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഒപ്പിട്ട് ഇങ്ങനെ പോകുമ്പോ എന്റെ ശ്രദ്ധ എന്റെ ഉത്തരക്കടലാസിലല്ല. ഈ മുമ്പേ പോയ കുട്ടികളോട് ആ സാറുമാര് പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സാറുമാർ ആ കുട്ടികളുടെ മാതാപിതാക്കളോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ പ്രായം വരെ ഒറ്റ ഇന്ത്യയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അത് നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചാണ്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇതേതാ ഇന്ത്യ, വേറൊരു ഇന്ത്യ, ലേബർ ഇന്ത്യ. ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഒരധ്യാപകനും എന്നോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അതിൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ അമ്മ വീട്ടിലേക്ക് പോയി. സ്കൂളിൽ 2 മണി ചോറുണ്ട് കഴിഞ്ഞ ഉടനെ ഇതാ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ABCD 4 ഡിവിഷൻ മുഴുവൻ കലക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെ A ക്ലാസ്സിൽ കൊണ്ടുവന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളെ. ഒരു സെക്കൻഡ് ക്ലാസ് കിട്ടുന്നവരെ B, ജയിക്കാൻ സാധ്യതയുള്ളവരെ C, ഒരിക്കലും ജയിക്കാത്തവരെ D. നിങ്ങൾക്ക് പ്രവചനപരമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എവിടെ എത്തിക്കാണും? ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഞാൻ Bയിൽ നിന്ന് D ഡിവിഷനിൽ നിന്ന് D ഡിവിഷനിലേക്ക് പോയി. ഒരിക്കലും ജയിക്കാത്ത 14 പേരാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ ക്ലാസ്സിൽ ചെന്നിരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിലെ D ഡിവിഷനിലാണെന്ന്. കാരണം ചോദ്യമില്ല, അടിയില്ല, ബഹളമില്ല, വഴക്കില്ല. ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പം പോകാം. ഇത് ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ D ഡിവിഷൻ ഇരിക്കേണ്ടതായിരുന്നു. ഞാൻ D ഡിവിഷനിൽ കണ്ടൊരു പ്രത്യേകത, അവിടെ എല്ലാവരും തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട്. ആരും തമ്മിൽ അസൂയില്ല. നിനക്ക് എത്ര മാർക്ക് കിട്ടും? എനിക്ക് കുറവേ കിട്ടുള്ളൂ. ഈ ടെൻഷൻ അവിടെ ഇല്ല. വളരെ നല്ല സ്നേഹവും കൂട്ടായ്മയുള്ള ഒരു 10-14 പേര്. ഞാനും വേറൊരുത്തിന് മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. ഞങ്ങളോട് എല്ലാവർക്കും കുറച്ചുകൂടെ സ്നേഹമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയ കാലം. വൈകുന്നേരം ഒന്നും ഞാൻ ജപമാല ചെല്ലുന്ന ആളെ അല്ലായിരുന്നു. എനിക്ക് ഈ പ്രാർത്ഥന അന്നത്തെ പ്രായത്തിൽ അറിയത്തുപോലും ഇല്ലായിരുന്നു. എനിക്കറിയാം ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയമും എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെന്നറിയാം. ജപമാല രഹസ്യങ്ങളോ ഒന്നും എനിക്കറിയാൻ പാടില്ല. കാരണം എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിക്കുന്നത് ആളായതുകൊണ്ട് സന്ധ്യയാകുമ്പോഴേ മദ്യപിച്ചു വന്നാൽ പിന്നെ കുടുംബ പ്രാർത്ഥനയില്ല. എല്ലാവരും 4 വഴി 4 സൈഡിൽ പോയിരിക്കും. പിന്നെ ചാച്ചനൊന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാവരും കൂടി 12 2 മണിയാകുമ്പോൾ വിറകുവരയിലോ അടുക്കളയിലോ വന്ന് കിടന്നുറങ്ങും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന സംഭവം തന്നെ ഓൾറെഡി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ലായിരുന്നു. എന്റെ ഓർമ്മ വെച്ച കാലം മുതലില്ല. പക്ഷെ എന്താവശ്യം വന്നാലും എന്റെ അമ്മ അവിടെ ഒരു മുറിയുടെ സൈഡിൽ നിന്ന് ഈ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, അധികം ചെല്ലിയിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ D ഡിവിഷൻ ഇരിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിന്റെ ഷേപ്പ് L ഷേപ്പിലാണ്. D ഡിവിഷൻ സ്റ്റേജിന്റെ പുറകിലെ ലാസ്റ്റ് അവിടെ ഇരുന്നാൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരു ടീച്ചർ ഇറങ്ങുമ്പോഴേ ഇവിടെ അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ വർത്താനവും എല്ലാ ഉഴപ്പും ഇവിടെ നടക്കും. അവിടെ ഇറങ്ങുമ്പോഴേ ഇവിടെ എല്ലാവരും ഡീസന്റ് ആകും. ഇതെല്ലാം വളരെ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം, നല്ല സുഖമുള്ള ഒരു ക്ലാസ് റൂം. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂം ജനലിൽ കൂടെ നോക്കിയപ്പോൾ ലോഹയിട്ട് അച്ഛന്മാര് സ്കൂളിൽ വന്നിരിക്കും. ഒന്നല്ല, പല ദിവസങ്ങളിലും വരുന്നു. ഞങ്ങൾ ഇതെന്നാ സമയം, ഞാൻ അടുത്ത ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, എടാ ലോഹയിട്ട് അച്ഛന്മാരൊക്കെ എന്തിനാ സ്കൂളിൽ? അപ്പോൾ അവരോട് അച്ഛന്മാരാകാൻ ആഗ്രഹമുള്ളവരെ തപ്പി വരുന്ന അച്ഛന്മാരെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം, എന്നാ എന്തായാലും തോക്കും, സെമിനാരിൽ പോയാൽ. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ABC ഇത്രയും ക്ലാസ് റൂമിലെ അച്ഛന്മാര് വരുള്ളൂ. D ഡിവിഷനിലേക്ക് ഒരച്ഛനും വരത്തില്ല. ഞാനും വേറെ ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ. അവർ 2 പേരും ഒരിക്കലും ജയിക്കാത്തവരാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെ ABCയിൽ വരിക. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ D ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ എനിക്കും സെമിനാരിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, എടാ അങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു കാര്യം ചെയ്യേ, എന്ത് ചെയ്യണം, നീ ആ C ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിന്, എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവനോട് പറ, ടീച്ചർമാർ ഈ അച്ഛന്മാർ വരുമ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് പോകും.
അപ്പൊ അവിടെ അറിയത്തില്ല ആരൊക്കെയാണ്. ഞാൻ അന്നേരം നീ എന്നോട് കൂട്ടുകാരൻ പറയാ, നീ D ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പോകുമ്പോഴേ ആ C ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് അച്ഛന്മാരുടെ പേരെഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ C ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോട് ചോദിച്ചടാ, ഇനി അച്ഛന്മാര് വരുമ്പോ എന്നെ കൂടെ സൈഡിൽ ഒന്ന് ഇരുത്തണം. അവൻ പറഞ്ഞു ഓക്കെ പോരോളാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചറും അച്ഛന്മാരും വന്നപ്പോ ഞാൻ ആ സൈഡിൽ പോയിരുന്നു. അപ്പൊ സെമിനാരിൽ പോകാൻ ആഗ്രഹമുള്ള ആൺകുട്ടികൾ കൈവക്കാൻ പറഞ്ഞു. ഞാനും പൊക്കി. കുറച്ചു പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഓരോ ചോദ്യക്കടലാസ് കൊടുത്തു. എവിടെ ചെന്നാലും ചോദ്യക്കടലാസ് ആണ് എന്റെ പ്രശ്നം. ഞാൻ എവിടെ ചെന്ന് ഒരു നല്ല കാര്യത്തിൽ പോയാൽ അന്നേരം ചോദ്യക്കടലാസ്. ഞാൻ നോക്കി സെമിനാരിൽ ചേർന്നതിനും ചോദ്യക്കടലാസോ. ചോദ്യക്കടലാസ് കൊണ്ട് തന്നെ മടുത്തിരിക്കുക. അപ്പൊ ഞാൻ നോക്കി ചോദ്യക്കടലാസ്. അപ്പൊ ഞാൻ എല്ലാ ചോദ്യവും വായിച്ചിട്ടേ ഉത്തരം എഴുതാറുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഈ ചോദ്യക്കടലാസിനകത്ത് ഒരു ചോദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ചോദ്യം ഇതാണ്: താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അടുത്തിരിക്കുന്ന ഒരുത്തുണ്ട്, ഇതെന്നെ സംഭവം എന്താ? എടാ അവൻ എന്നോട് ദേഷ്യത്തോട്, എടാ നിനക്ക് എത്ര മാർക്ക് കിട്ടും, നിനക്ക് കിട്ടും, നീ എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് സത്യസന്ധനും നീതിമാനുമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ എഴുതി 210 കഷ്ടി ജയിക്കാനുള്ള മാർക്കാണ്. ഞാൻ സത്യസന്ധമായി എഴുതിയതാണ്. താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്ന മാർക്കാണ് എഴുതി. അത് തന്നെ ഇച്ചിരി കൂടുതലാണ്. എഴുതി ഈ ഉത്തരക്കടലാസ് കൊടുത്തു. അത് അച്ഛൻ കൊണ്ടുപോയി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പോസ്റ്റ്മാൻ സ്കൂളിൽ വരികയാണ്. ഈ എഴുത്തിനൊക്കെ ഈ അച്ഛന്മാര് മറുപടി, നിങ്ങൾ സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് സന്തോഷമുണ്ട്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറെ നല്ല വാക്കുകൾ എഴുതി കത്ത്. എനിക്ക് മാത്രം കത്ത് വന്നില്ല. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് കിട്ടിയോ? നിനക്ക് കിട്ടി? ഇവന് കിട്ടി. ഞാൻ പോസ്റ്റ്മാനോട് പോയി ചോദിച്ചു, സാറേ എനിക്ക് ഇല്ലേ? നോക്കി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് മാത്രം അച്ഛന്മാര് കത്തയച്ചില്ലല്ലോ. അപ്പോൾ ആ കൂട്ടുകാരനോട് ചോദിച്ചു, നീ എത്ര മാർക്ക് കിട്ടുമെന്നാടാ എഴുതിയെന്ന്? ഞാൻ പറഞ്ഞു 210. എടാ മണ്ടാ, 210 എഴുതരുത്. താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടും താങ്കൾ പ്രതീക്ഷിക്കുന്ന മാർക്കാണ്. നീ പ്രതീക്ഷിക്കുന്ന മാർക്കാണ്. നിനക്കൊരു 500 മാർക്ക് പ്രതീക്ഷിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോടാ ചോദിച്ചു. അതല്ലേ സംഭവം. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഏതെങ്കിലും അച്ഛന്മാര് വരുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന 580 ആയിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന 400. പ്രതീക്ഷിക്കുന്നതിന് ഇപ്പം പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പിന്നീട് അച്ഛന്മാർ കത്ത് 488, 528. ഇത് എഞ്ചിനീയറിംഗിനും മെഡിസിനും പോകാൻ പോലുള്ള മാർക്കാണ് എഴുതുന്നത്. എഴുതി. എനിക്ക് ഇഷ്ടം പോലെ കത്തുകൾ മറുപടി വന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷ ഞാൻ എഴുതുകയാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലിയിട്ടേ ഇല്ല. ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു സെമിനാരിയിൽ നിന്ന് എന്റെ ഈ മാർക്കൊക്കെ എഴുതിയ കത്ത് കിട്ടിയ ഒരു അച്ഛൻ തളിപ്പറമ്പ് പുഷ്പഗിരി പള്ളിയിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വന്നു. ഇന്ന ദിവസം വരണം, 600 രൂപ അടയ്ക്കണം. 600 രൂപ. ഇത് കേരളത്തിന്റെ പുറത്തുള്ള സെമിനാരി പോകാനുള്ള ഏർപ്പാടാണ്. ഞാൻ എന്റെ വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള സമയമാണ്. 600 രൂപ എന്റെ അമ്മ കൂലിപ്പണി എടുത്ത പൈസയാണ്. ആ പണമായിട്ട് ഞാൻ തളിപ്പറമ്പ് പുഷ്പഗിരിയിൽ കൊണ്ടുപോയി അച്ഛന്മാർക്ക് കൊടുത്തു. എന്തിന്? ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സെമിനാരി പോകാനുള്ള പൈസ കൊടുത്തു. ഞാൻ തിരിച്ചു വീട്ടിലിരിക്കുകയാണ്. സെമിനാരി പോകാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പേപ്പറിനാണ് റിസൾട്ട് വരുന്നത്. പേപ്പറിൽ അങ്ങനെ ഞാൻ റിസൾട്ട് നമ്പർ നോക്കുക. ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ആ വർഷം ഞാൻ തോറ്റു എന്നറിഞ്ഞപ്പോഴേ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എഞ്ചിനീയറിംഗിന് പോക്കോളാം. ഞാൻ ചോദിച്ചു, അമ്മ തോറ്റാലും എഞ്ചിനീയറിംഗ് ഉണ്ടോ? എന്നാ പോയേക്കാം. തോറ്റു എന്നറിഞ്ഞപ്പോഴേ ആകെ ലെവല് മാറി. എന്റെ മനസ്സെല്ലാം അങ്ങ് ഡൗൺ ആയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനി പഠിക്കാൻ പോകണ്ട, ഇനി വല്ല പെയിന്റിങ്ങിനോ വല്ല കൂലിപ്പണിക്കോ ഇനി 20 വയസ്സാകുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി. ഞാൻ റെഡി. കാരണം 10ാം ക്ലാസ്സിൽ പോയി വെറുതെ അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് അടി കിട്ടുന്ന കേസല്ല. റബ്ബർ വെട്ടാൻ പോയാൽ അടിയില്ല, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അടിയില്ല. അത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഇനി പഠിത്തം എന്നേക്കുമായി അവസാനിപ്പിച്ച് ഞാൻ പതുക്കെ ടൗണിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എന്റെ മനസ്സ് വേദനിച്ചത്. എന്റെ കൂട്ടുകാർ പലരും സെമിനാരിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നല്ല ടിപ്പായിട്ട് നടക്കുന്നു. ഞാൻ വീട്ടിൽ വന്ന് എന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് പാലക്കോളേജിൽ പോയി ഒന്നും കൂടെ പഠിക്കണം. അപ്പോൾ ഉടനെ എന്റെ അമ്മ പറഞ്ഞു, നീ കണ്ട അച്ഛന്മാർക്ക് കൊണ്ട് 600 രൂപ കൊടുത്തിട്ടില്ലേ, അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ 2ാമത് പോയി പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഫോണില്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയി ഫോൺ വിളിച്ച് പുഷ്പഗിരിയുള്ള അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്നാ മീറ്റിംഗ്? അച്ഛന് ഡേറ്റ് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ എന്നോട് മാർക്ക് ചോദിച്ചില്ല. ഞാൻ ആ മീറ്റിംഗിൽ ഈ തളിപ്പറമ്പ് ബസ് കയറി പുഷ്പഗിരി പള്ളിയുടെ അവിടെ പോയി ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു 10-38 പേര് അവിടെ ഉണ്ട്. സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ് മീറ്റിംഗിന്. എല്ലാവരും വന്നിരിക്കുന്നത് സെമിനാരിയിൽ ചേരാൻ. ഞാൻ മാത്രം ആ മീറ്റിംഗിൽ പോയത് കൊടുത്ത 600 രൂപ തിരിച്ചു മേടിക്കാൻ. എന്റെ മനസ്സ് കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. ഞാൻ 600
രൂപ തിരിച്ചു മേടിക്കാൻ റിഹേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ അച്ഛനോട് പറയും? അന്നത്തെ പ്രായമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു രോഗമുണ്ട്. പഠിക്കുന്ന പിള്ളേർ എവിടെ ചെന്നാലും ചോദിക്കും, നിനക്കെത്ര കിട്ടി? നിനക്കെത്ര കിട്ടി? അയ്യോ നിനക്കോ? അയ്യോ. പഠിക്കാത്തവരുടെ പ്രത്യേകത, ആരോടും ചോദിക്കത്തില്ല നിനക്കെത്ര കിട്ടി, ആഹാ നിനക്കെത്ര കിട്ടി, കിട്ടിയോ, അയ്യോ. ആരോടും ചോദിക്കത്തില്ല. കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ ഞാനൊരു മാവിന്റെ സൈഡിൽ നിൽക്കുക. അപ്പൊ ഉണ്ട് പഠിച്ച് ഭയങ്കര മാർക്ക് കിട്ടി. ഒരുത്ത പറഞ്ഞു നിനക്കെത്ര കിട്ടി? ഞാൻ പറഞ്ഞു 550 മാർക്കുണ്ട്, എഞ്ചിനീയറിംഗിന് പോവാന്ന് പറഞ്ഞു. അവൻ അതോടുകൂടി ഓടി. ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്ന് ഈ 600 രൂപ മേടിച്ച് തളിപ്പറമ്പിലേക്ക് വണ്ടി കയറി ബുക്കുകൾ മേടിച്ച് ഞാൻ തിരിച്ചു വന്ന് രണ്ടാമത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നു വേണം പാരൽ കോളേജിൽ പോകാൻ. 6 കിലോമീറ്റർ തിരിച്ചു നടക്കണം. അതായത് ദിവസവും 12 കിലോമീറ്റർ നടക്കുക. ഒരു വർഷം നടന്നു പോകുമ്പോ അവിടുന്ന് ആരും നടക്കാനില്ല, എല്ലാവരും പാസ്സാ. അന്ന് എന്റെ വീട്ടിൽ KSRTC ബസ്സിൽ എടുക്കുന്ന പാസ് എടുക്കാൻ പോലുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള സമയത്താ നടന്നു പോകുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എന്റെ കഴുത്തിൽ കിടന്ന ഒരു ജപമാല ആരും എന്നോട് പറയാതെ ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ ഇറങ്ങുമ്പോഴേ ഞാനത് എടുത്ത് ഊരി കൈ പിടിച്ച് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് 6 കിലോമീറ്റർ പോകുന്നത്. എന്താ അങ്ങനെ ചെല്ലിയെന്ന് ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലിക്കൊണ്ടിരിക്കുക. എത്രയൊന്നും ചെല്ലിക്കൂട്ടിയത് എനിക്ക് അറിയത്തില്ല. കോളേജ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ നിയോഗമുള്ളൂ, എനിക്ക് രണ്ടാമത് 10ാം ക്ലാസ്സിൽ ജയിക്കണം, ഒരു സെമിനാരി പോകണം. അങ്ങനെ ഒന്ന് തോറ്റേ പിന്നെയാണ് ജീവിതത്തിന്റെ വലിയൊരു പ്രയാസത്തിൽപ്പെട്ടപ്പോഴാ ആരും പറയാതെ ഈ ജപമാല ഞാൻ കൈകളിൽ ആദ്യം എടുത്തത്. ഞാൻ രണ്ടാമത് 10ാം ക്ലാസ്സിൽ പാരക്കോളേജ് ചെല്ലുമ്പോണ്ട് ഇംഗ്ലീഷും കണക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അടിയോടടി, സ്ഥലപ്പേരല്ല, അടിയോടടി, ഈ കൈക്കെട്ടടി ഈ കെട്ടടി. അങ്ങനെ ഞാൻ കുറച്ചു നാളെ പാരക്കോളേജിൽ പോയുള്ളൂ. അടി പേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോരും, വേറൊരു വീട്ടിൽ താമസിച്ച് സമയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഈ വിവരം സാറ് വിളിച്ച് വീട്ടിൽ പറഞ്ഞു. അത് വലിയൊരു പ്രശ്നമായി. എന്റെ വീട്ടിൽ നിന്നുള്ളവരെ കോളേജിൽ വിളിപ്പിച്ചിട്ട് സാർ ദേഷ്യത്തോടെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം രണ്ടാമതും മനുഷ്യനായിട്ട് അവതരിച്ചാലും ഇവൻ ജയിക്കുകയെന്ന് പറഞ്ഞു. തീരുമാനമാക്കി. രണ്ടാമതും ജയിക്കുകയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പ്രാർത്ഥന കുറെ കൂടി ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പ്രാർത്ഥിക്കുക, വേറെ ഒന്നും പ്രാർത്ഥന എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് രണ്ടാമത് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പരീക്ഷ ഞാൻ എഴുതുന്നത് ഈ ജപമാല പ്രാർത്ഥിച്ചിട്ടാണ്. ഒന്നാമത്തെ പരീക്ഷ ഞാൻ എഴുതിയത് ഇത് കഴുത്തേലുണ്ടെന്നേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ഇതെനിക്ക് അറിയത്തുമില്ല, എന്തൊക്കെയോ എനിക്കറിയാം. രണ്ടാമത്തെ പ്രാർത്ഥന, രണ്ടാമത്തെ പരീക്ഷ, 2ാം വർഷം പഠിച്ചത് മുഴുവൻ ഇത് പ്രാർത്ഥിച്ചിട്ടാ. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇത് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാ എനിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അന്നത്തെ പ്രാർത്ഥനയുടെ ബലമാണ്. പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അത് പറയട്ടെ, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എന്ന വിഷയം നൂലുകൊണ്ടൊന്ന് കെട്ടണമെന്നൊരാഗ്രഹം. ഞാൻ എത്ര എഴുതിയാലും ഈ പേപ്പർ 2 എണ്ണം ആക്കാൻ പറ്റിയില്ല. ഒരു സൈഡ് മാത്രമേ ആവത്തുള്ളൂ. ഞാൻ അടുത്തിരിക്കുന്നവരുടെ പേപ്പർ നോക്കുമ്പോൾ അവർ കുരുകുരുരാന്ന് എഴുത്താ. എന്താവോ എഴുതുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. രണ്ടാമത് ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എന്നേക്കാൾ മണ്ടനായ ഒരുത്തരോട് ഞാൻ ചോദിച്ചു, എന്നേക്കാൾ മണ്ടൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ എന്തേലും ഉണ്ടെന്ന് ചോദിച്ചുടാ, ഇംഗ്ലീഷ് എന്ന വിഷയം എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണമെങ്കിൽ എന്നടാ ഒരു വഴി. അവൻ പറഞ്ഞൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അവനേക്കാൾ മണ്ടനായ ഒരു തിരുമണ്ടൻ. അപ്പൊ എന്തേരം മണ്ടനാന്ന് നിങ്ങൾ ഓർത്തിരിക്കും. മണ്ടൻ, വേറൊരു മണ്ടൻ, പിന്നെ തിരുമണ്ടൻ. ആ തിരുമണ്ടൻ ഇവനോട് പറഞ്ഞുടാ, ഇംഗ്ലീഷ് എന്ന വിഷയത്തെ കുറിച്ച് ഡോണ്ട് വറി, ബി ഹാപ്പി, ഒന്നുമേ പ്രശ്നം വേണ്ട. ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടിക്കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പഠിക്കാത്ത പിള്ളേർ ചെയ്യുന്നതെന്നറിയോ, ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ എക്സാം, 1.5 മണിക്കൂർ അവർക്ക് ഫ്രീ ടൈമാണ്. അവർ പക്ഷികളെ നോക്കുന്നു, മൃഗങ്ങളെ നോക്കുന്നു, ചില എട്ടുകാലികളെ നോക്കുന്നു, ഫാൻ കറങ്ങുന്നു നോക്കുന്നു, തല ചൊറിയുന്നു, ഇഷ്ടംപോലെ സമയമാണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉയർന്ന് അടുത്ത പേപ്പറിലേക്ക് നോക്കും. അടുത്തിരിക്കുന്നവൻ ഭയങ്കര പഠിത്തക്കാരനായിരിക്കും. എന്നാൽ എന്തെങ്കിലും 2 അക്ഷരം കണ്ട് ജയിച്ചോട്ടെ എന്ന് അവൻ വിചാരിക്കുകയില്ല. അവൻ നമ്മൾ നോക്കുമ്പോൾ മറച്ച് അങ്ങോട്ട് പിടിക്കും. ഒരിക്കലും കാണുന്നത് ഈ പാവപ്പെട്ടവൻ പഠിച്ച് ഒരിക്കലും ഡോക്ടർ ആകത്തില്ലെന്ന് അവൻ അറിയാം. എന്നാലും 2 അക്ഷരം പഠിച്ച് എവിടെയും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചു കൊടുക്കത്തില്ല, മറച്ചു പിടിക്കും. അതുകൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടും രക്ഷയില്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം ഈ രണ്ടാമത് പരീക്ഷ എഴുതുമ്പോ
ഈ പരിപാടി ഒന്നും പറ്റത്തില്ല, നോക്കാനൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയൂ എന്നോട്, അവനെ ആരോ ഉപദേശിച്ച ഒരു ഉപദേശം എന്നോട് പറയാ, ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടി, ഒന്നാമത്തെ ചോദ്യം വായിക്കുന്നു, വായിക്കണ്ട, അതിന്റെ മാർക്ക് നോക്കുക, 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഒന്നാമത്തേത്. നിനക്കറിയത്തില്ല, അത് ഉറപ്പ്, അറിയത്തില്ല. ചോദ്യക്കടലാസ് തിരിച്ചു വെക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3 മാർക്കിന്റെയാണ്, 3 മാർക്കിന്റെ എഴുതണം. നീ അവസാനത്തെ 2 ചോദ്യങ്ങൾ ചോദ്യക്കടലാസിന്റെ ഏറ്റവും